मत बरसा देना तू सावन आया है तेरे और मेरे मिलने का मौसम आया है. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മുടെ ഡ്രീംസ് കേരളയുടെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ചെറുതായിട്ട് വലുതായിട്ട് വീടുകളുണ്ട്. ആ വീടുകളുടെ മുന്നിലേക്ക് മനോഹരമായൊരു പൂന്തോട്ടം ഒരുക്കാനും അതിനുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വേസ്റ്റായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടിട്ട് നമുക്കത് മേക്ക് ചെയ്യാൻ പറ്റും. അതായത് വീട് പുതിയതായിട്ട് വെക്കുന്നവർക്കും ഇങ്ങനെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതും നിങ്ങളായിട്ട് വിശദമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കനുണ്ട്, അവിടെ നിന്ന് അടിക്കുക, അത് അമർത്തുക. അപ്പോഴത്തേക്കിനും അടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുന്നിലേക്ക് വരും. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പം നമുക്ക് ഈ ചെടിച്ചട്ടി നിർമ്മിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കയറ്, കുറച്ച് ചകിരി തൊണ്ട്, ഒരു വേസ്റ്റ് പൈപ്പ്, ഒരു 2 കമ്പിയോ മറ്റെന്തെങ്കിലും, അതേപോലെ നല്ല വളക്കൂറുള്ള മണ്ണ്, പിന്നെ മുട്ടത്തോടുണ്ടെങ്കിൽ അത് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം, കാര്യം ഇത് പൈപ്പ് കട്ട് ചെയ്യുന്നതാണ്ട് ഇതേപോലെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അപ്പം ഞങ്ങളുടെ വേസ്റ്റായ 4 ഇഞ്ചിൻ്റെ പൈപ്പാണ്. അതല്ലെങ്കിൽ അടുക്കളയിലൊക്കെ പലരും ഉപയോഗിക്കുന്ന പുകക്കുഴലൊക്കെ കാണും, പുകയുടെ കുഴൽ പഴയത് കാണും ഉപയോഗിക്കാത്ത, അത് കട്ട് ചെയ്യണം. അതായത് ലേഡീസ് കട്ട് ചെയ്യരുത് മാക്സിമം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ കൊണ്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ആ കട്ട് ചെയ്യുന്ന സമയത്ത് മെഷീൻ കയ്യിൽ നിന്ന് സ്ലിപ്പാവാനും നിങ്ങളുടെ കയ്യിൽ അത് കയറാനും മുറിവുണ്ടാക്കാനും ഒക്കെ ഭയങ്കര അറിയാം. ആണുങ്ങൾ തന്നെ യൂസ് ചെയ്താൽ പറ്റാത്തൊരു മെഷീനാണത്. കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഒരു വെറൈറ്റി ചെടിച്ചട്ടിയാണ്. എന്തായാലും ഇതിനകത്ത് ചകിരി ഇട്ടിട്ടുണ്ട്. അതായത് ചകിരി നമ്മൾ പിച്ച് കീറിയിട്ട് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വളമൊക്കെ ആയിട്ട് മിക്സ് ചെയ്താണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. ഈ ചകിരി ഇട്ടേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിങ്ങനെ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മുടെ ഈ 2 സൈഡിൽ തൊണ്ടെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വേരെല്ലാം കൂടെ ഇറങ്ങി സെറ്റായിട്ട് ഇരിക്കും, മണ്ണങ്ങനെ ഓടി പോകത്തില്ല. പിന്നെ 2 സൈഡും ഹോളാണ്. താഴെ നമ്മൾ ഹോളിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം വലുതായിട്ട് കെട്ടിക്കിടക്കത്തില്ല. അപ്പം നമുക്ക് നല്ല രീതിയിൽ നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഏത് ഡിസൈന് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒന്നേ നേരെ വെക്കാം. നിങ്ങളുടെ വസ്തുവിൻ്റെ ആ ഫ്രണ്ടേജ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്കത് കോർഡിനേറ്റ് ചെയ്യാം. പിന്നെ ഇതിനായിട്ടും മെയിനായിട്ടും 10 മണി പൂവാണെങ്കിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മുട്ടത്തോല് മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ തോല് പൊടിയായിട്ടിടുക. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇത് നിങ്ങൾ ചെയ്യാതെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വല്ല പണിക്കാരോ മറ്റുകാരോ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ജസ്റ്റ് പൈപ്പും ഇത്രയും സാധനം നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒരു മെഷീൻ എടുത്തുകൊണ്ട് വരാൻ പറയുക. എന്നിട്ട് നിങ്ങളിതായി ഈ ഡിസൈൻ കാണിച്ചു കൊടുത്ത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ PVC പൈപ്പ് എടുക്കുമ്പോൾ ഒരുപാട് നീളത്തിൽ കൂടി വന്നാൽ ഒരു 1.5 മീറ്റർ നീളത്തിൽ മാക്സിമം നിങ്ങൾ എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ 1 മീറ്ററായാലും കുഴപ്പമില്ല. ഇതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നടുക്ക് കൊണ്ട് വള്ളിപ്പോവും. ഈ മണ്ണും അതിൻ്റെ ഭാരങ്ങളും ഒക്കെ ആയിട്ടും വള്ളിപ്പോകുമ്പോഴത്തേക്കിന് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നടുക്ക് പ്രത്യേകിച്ച് വേറെ ഊന്ന് കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ അടുപ്പിച്ച് അതായത് ഇതേപോലെ വേലി പോലെ കെട്ടി പല ഡിസൈനായിട്ടും ചെയ്യാം. ഏകദേശം ആ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നീട് വേറൊരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പുതിയതായിട്ട് വീടുകളിൽ കിട്ടുന്ന ടീം ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ബുഷ് നടാറുണ്ട് ഇതേപോലെ. ഞാനിപ്പം ആകപ്പാട് പെട്ട് കിടക്കുക. കാര്യം സമയമില്ലാത്തതിൻ്റെ വീട്ടിൽ എനിക്ക് പെട്ടാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിൽ കൂടി ഒരു ജനൽ കാണാം, അതിനകത്തൂടെ പാമ്പോ മറ്റു കാര്യങ്ങളോ ഒക്കെ പ്രവേശിക്കുക. അതേപോലെ കൊച്ചു കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ കൊച്ചു കുട്ടികൾ ഈ പുല്ലിനകത്ത് നിന്ന് കളിക്കുകയും ഈ ഇവിടെ ഒരു വിടവ് കാണാം, ഈ വിടവിനകത്തൊക്കെ വല്ല പാമ്പോ ചേര എന്തെങ്കിലും കയറിയിരുന്ന് കടിക്കുകയും അങ്ങനെ ദുരന്തങ്ങളൊക്കെ ആയിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുഷ് നടുവാണെങ്കിൽ അത് വെട്ടി വൃത്തിയാക്കാൻ പറ്റുന്നവർ മാത്രം നടുക, അല്ലെങ്കിൽ അപകടം വരും. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കാണാൻ നല്ല ബ്യൂട്ടിയൊക്കെ ആയിരിക്കും വീടിൻ്റെ ഫ്രണ്ടിൽ ഗാർഡൻ ഉണ്ടാക്കുന്നത്, പക്ഷേ അതിനെ അത്രയും കെയർ ചെയ്യണം, സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പം ഈ പിന്നെ നമ്മൾ വിട്ടുപോയൊരു വിഷയം, പൈപ്പിൻ്റെ അടിയിൽ ഹോളും ഇട്ട് 2 കുറ്റി കൊടുക്കുന്ന രീതിയാണിത്. അപ്പം ഞാൻ നടുക്കൊരു സപ്പോർട്ടും കൂടെ വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്ത ഒരു വള്ളലുണ്ടായിരുന്നു പൈപ്പിൻ്റെ നീളം കൂടിയപ്പോഴത്തേക്കിന്. അപ്പം പൈപ്പെല്ലാം വെച്ച് കെട്ടുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കണ്ട വിവരങ്ങൾ കർഷകരിക്കുക, ആരെങ്കിലും ജോലിക്കാരടിക്കുക പറഞ്ഞ് മനസ്സിലാക്കി അവർക്കത് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കുക. ഓക്കെ.
അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളും നിങ്ങൾക്ക് കിട്ടാത്ത ചെടികളും ഒക്കെ നിങ്ങൾ ദയവായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഇവിടെ അടിക്ക് കൊടുക്കുന്നതായിരിക്കും. 9539206196 എന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്കാരോ അതുപോലെ നിങ്ങൾ പറയുന്ന ടൈമിനനുസരിച്ചുള്ള ഒരു ഗാർഡൻ ഉണ്ടാക്കാനോ മറ്റേ എല്ലാ ഹെൽപ്പുകളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ വിളിക്കുക. ഓക്കെ, അപ്പം പറഞ്ഞ കാര്യം ഇതൊക്കെ ചെയ്തു പോയ വർക്കുകൾ അതിൻ്റെ പേരിൽ കാണിച്ചു തരാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇങ്ങനെയും നമുക്ക് ഒരു വെറൈറ്റി ചെടിച്ചട്ടി ഉണ്ടാക്കാം. അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ വീടിനോട് ചേർന്ന് നമ്മൾ പുല്ലുകളും मोहब्बत बरसा देना तू